മനുഷ്യരാണ്, പലതുണ്ടാവും. പ്രവാചകന്മാരല്ല ആരും, സ്വഹാബത്തിന് നിലവാരത്തിൽ എത്തിയിട്ടില്ല ആരും. അതുകൊണ്ട് പോരായ്മകളും അപക്വതകളും ക്ഷോഭവുമൊക്കെ പലപ്പോഴും സംഭവിക്കാം. അത് ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതൊക്കെ മാപ്പ് നൽകി വിട്ടുവീഴ്ച ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും വീണ്ടും പഴയ പ്രശ്നങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചാൽ 75% കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടുണ്ടാവും. ഇത് വലിയ പ്രശ്നമായി നിൽക്കുന്നത് പണ്ടത്തതും കൂടി അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കുടുംബജീവിതത്തിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കണം മാപ്പ് നൽകുക, വിട്ടുവീഴ്ച കാണിക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് മാപ്പ് കൊടുത്തില്ല, ഇനി ആർക്കാ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ പോകണം? പോറ്റി വളർത്തുന്ന സംരക്ഷിക്കുന്ന ഭർത്താവിന് മാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇനി ആർക്കാ മാപ്പ് കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇനി ആർക്കാ മാപ്പ് കൊടുക്കാൻ പോകുന്നത്? നൊന്തുപെറ്റ ഉമ്മയ്ക്ക്, നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാവിന് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി ആർക്കാ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത്? ആരോട് മാപ്പ് കൊടുത്താലും ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമല്ല. അവളങ്ങനെ ആയപ്പറ്റ എൻ്റെ ഭാര്യയല്ലേ. ഭർത്താവിന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമല്ല. എനിക്ക് ആരോടെങ്കിലും ശാഠ്യം പിടിക്കാനും ദേഷ്യം പിടിക്കാനും പിണങ്ങാൻ അവകാശം ആരുടെ അല്ല. അതുകൊണ്ട് മാപ്പിൻ്റെ പ്രശ്നമില്ല. നാട്ടുകാർക്ക് മുഴുവൻ വേണം ഞാൻ മാപ്പ് കൊടുത്തോളാം, അവരെന്ത് ചെയ്താലും. ഈ ഒരു നിലപാടാണ് നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്തണം. കുടുംബജീവിതത്തിന്റെ ഭദ്രതയുടെ ആധാരം, അതിന്റെ ഭൗതികമായ ഘടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിട്ടുവീഴ്ച, വിശാലത, മാപ്പ്, ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ നിർബന്ധമായി വളർത്തിയെടുക്കണം. ആ ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഈ ഇസ്തിഖാമയുടെ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഒന്ന്. ഇനി നോക്കൂ, ഒരു നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു നല്ല ഭർത്താവ് എങ്ങനെയായിരിക്കണം? നിർദ്ദേശമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ വന്ന പടച്ച തമ്പുരാന്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാകും മൻ തർലൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജൂ വഇല്ലാ തഫഅലൂ തകുൻ ഫിത്നതുൻ ഫിൽ അർദ് വഫസാദുൻ അരീദ്. നിങ്ങളുടെ അരികിൽ ദീനും സ്വഭാവ മഹിമയുമുള്ള ഒരു വ്യക്തി മകളെ വിവാഹം അന്വേഷിച്ച് വന്നെത്തിയാൽ നിങ്ങളുടെ മകളെ നിങ്ങൾ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഫിത്തനയുണ്ടാകും, നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിശാലമായ ഫസാദുകൾ ഉണ്ടാകും. അതുകൊണ്ട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വരാതിരിക്കാൻ സമൂഹം ചെയ്യേണ്ട ഒരു ബാധ്യത എന്താണെന്നറിയാമോ? ദീനും സൽസ്വഭാവവുമുള്ള മക്കൾ, ചെറുപ്പക്കാർ, യുവാക്കൾ വന്ന് വിവാഹം അന്വേഷിച്ചാൽ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. അതിൽ ഭർത്താവിൻ്റെ 2 യോഗ്യതകൾ പറഞ്ഞു. ദീന് വേണം. ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ യോഗ്യത ദീൻ. സുബൈക്ക് കിടന്നുറങ്ങുന്ന വാപ്പയായാൽ പറ്റൂല എന്നർത്ഥം. ഖുർആൻ വായിക്കാൻ അറിയാത്ത വാപ്പയായാൽ പറ്റില്ല. പിതാവ് ദീന് പഠിക്കണം, ദീന് കേൾക്കണം, ദീനിനെ ഇഷ്ടപ്പെടണം, ദീൻ അനുസരിച്ച് ജീവിക്കണം. ആ നിലവാരത്തിലുള്ള ഭർത്താവായിരിക്കണം. ഭർത്താവിൻ്റെ യോഗ്യത പ്രവാചകന്റെ ഈ വാക്കിൽ 2, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവം, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, പരദൂഷണം പറയാത്ത, ഏഷണി കൂട്ടാത്ത, മുതിർന്നവരെ ആദരിക്കുന്ന, കുട്ടികളോട് കരുണ കാണിക്കുന്ന, വിനയത്തോടെ പെരുമാറുന്ന, ഊഷ്മളമായ സ്വഭാവമുള്ള, ഇണക്കമുള്ള ആ ഒരു നിലവാരത്തിൽ സ്വഭാവ വൈശിഷ്ട്യം സ്വീകരിച്ചവരായിരിക്കണം ഭർത്താവ്. പരിചയപ്പെടുത്തി. വീണ്ടും പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് വിവാഹത്തിന്റെ സമയത്ത് മര്യാദ പ്രകാരം അവളുമാരുടെ പ്രതിഫലം നിങ്ങൾ നൽകണം, മഹർ നൽകണം. വിവാഹത്തിൽ ഭർത്താവിന്റെ യോഗ്യത മഹറിന് അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ തകർക്കും ഇസ്ലാമിക ക്രമം നശിപ്പിച്ചാൽ. നേരെ മറിച്ച് എൻ്റെ ഭാര്യയെ പോറ്റാനുള്ള ഖയ്യൂമിയത്ത് പടച്ചവൻ എനിക്ക്, കവ്വാമിയത്ത് എനിക്ക് പടച്ചവൻ നൽകിയിട്ടുണ്ട്. കൈകാര്യകർത്താവ് ഞാനാണ്. പെണ്ണിനെയല്ല അള്ളാഹു കുടുംബം പോറ്റാൻ ചുമതലപ്പെടുത്തിയത്, ആണിനെയാണ് എന്ന തിരിച്ചറിവോടുകൂടി അർരിജാലു ഖവ്വാമൂന അലന്നിസാ എന്ന പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഭർത്താവിന് സാധിക്കണം. മഹർ നൽകുന്ന ഭർത്താവ്, സ്ത്രീധനം വാങ്ങുന്ന ഭർത്താവ് പറ്റൂല. സ്ത്രീധനം വാങ്ങുന്ന ഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ ക്രമം നഷ്ടപ്പെട്ടു പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അടിത്തറന്നെ പേച്ചിട്ടുണ്ട്. പിന്നെയോ വീണ്ടും പരിചയപ്പെടുത്തി ആ രൂപത്തിൽ, നീ എന്താണോ ധരിക്കുന്നത്, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. നീ എന്താണോ ഭക്ഷിക്കുന്നത്, നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം. ഞാൻ ഒരിക്കൽ പെരുന്നാളിന് വസ്ത്രമെടുക്കുന്നത് 500-600 രൂപയുടെ റേഞ്ചിനാണെങ്കിൽ ഭാര്യക്ക് 100-200 ആയാൽ പറ്റൂല. മനസ്സിലായില്ലേ? നീ ധരിക്കുന്ന നിലവാരത്തിലുള്ള വസ്ത്രം നിന്റെ ഇണക്ക് കൊടുക്കണം.
നീ കഴിക്കുന്ന നിലവാരത്തിലുള്ള ഭക്ഷണം അത് നിന്റെ ഭാര്യക്കും കൊടുക്കണം. പാലിക്കാറുണ്ടോ? നമ്മുടെ ഭർത്താക്കന്മാർ, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാർ മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ വീടിന്റെ പുറത്ത് വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. വീട്ടിലുള്ളത് മാത്രമല്ല, പുറത്തും കഴിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ, മറ്റു പല കമ്പനികളായി. ചോദിക്കട്ടെ, നിങ്ങൾ കഴിക്കുന്ന ആ നിലവാരത്തിലുള്ള വിശിഷ്ടമായ ഭക്ഷണങ്ങൾ അതേ താല്പര്യത്തോടുകൂടി നിങ്ങളുടെ ഇണകൾക്ക് ലഭ്യമാക്കാനുള്ള ഏർപ്പാടുകൾ നിങ്ങൾ നൽകാറുണ്ടോ? ആരും അങ്ങനെ ചെയ്യാറില്ലെന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. അത് ഉണ്ടാകണമെന്നേ പറഞ്ഞതിനർത്ഥം. നീ ധരിക്കുന്ന നിലവാരത്തിൽ അവളെ ധരിപ്പിക്കുക, നീ കഴിക്കുന്ന നിലവാരത്തിൽ അവളെ കഴിപ്പിക്കുക. നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ പ്രേമസല്ലാപത്തോടുകൂടി ഉരുട്ടിക്കൊടുക്കുന്ന ഒരു ചോറുരുള പോലും റബ്ബിന്റെ അരികിൽ സ്വതക്കയായി സ്വീകരിക്കപ്പെടുമെന്ന ഒരു ബോധമുണ്ടാകണം. ഒരു ഭർത്താവ് ഇണയോടെ എങ്ങനെ പെരുമാറണം, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ടൊരു വ്യക്തി പറഞ്ഞു, എനിക്കിനി അവൾ ഒഴിവാക്കല്ലാതെ രക്ഷയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനിയെങ്കിലും പ്രവാചകരെ അവളൊന്ന് ഒഴിവാക്കാൻ നിങ്ങൾ എനിക്ക് പെർമിഷൻ തരണം, പല ജാതി പ്രശ്നങ്ങളാണ്, പറഞ്ഞനുസരിക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിക്കുന്നു, അദ്ദേഹത്തോട് പറയുന്നു, നീ അവളിൽ ഏതെങ്കിലും നിലക്കൊരു ദോഷം കാണുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ശരിക്കും നോക്ക്. 10 ഗുണങ്ങൾ വേറെ കാണാൻ കഴിയില്ലേ? ഭർത്താവിൻ്റെ അടുത്ത് യോഗ്യത ഇവിടെ പഠിപ്പിച്ചു. ഭർത്താവിൻ്റെ ഭാര്യയുടെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അളന്ന് അത് കൂട്ടുകാരോടും പങ്കുവെച്ച് സ്വന്തം മനസ്സിനോടും പറഞ്ഞ് അത് ശൈത്താൻ്റെ ഒരു പണിയാണ്. ഭാര്യയുടെ ദോഷങ്ങൾ എന്തുണ്ട്, അവൾ എന്ത് അനുസരണക്കേട് കാണിച്ചു, എന്ത് മോശമായി പെരുമാറി, ഇത് ചിന്തിക്കുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെ ഇണക്കുണ്ടാവും? നമ്മുടെ കുടുംബം ഇസ്തിഖാമത്തോടുകൂടി ഹൃദ്യമായി നിലനിൽക്കണമെങ്കിൽ ഭാര്യമാരുടെ അവരുടെ നന്മയെ സംബന്ധിച്ച്, അവരുടെ മെച്ചങ്ങളെ സംബന്ധിച്ച്, അവർ നന്നായി പെരുമാറിയത്, നല്ല ഒരു വർത്തനം നടത്തിയത്, നല്ല ഒരു പാചകം ചെയ്തത്, അതിനെപ്പറ്റി ചിന്തിക്കും. മറ്റേ നിങ്ങൾ മറക്കിൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവളോട് അതൃപ്തി തോന്നിയാൽ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അവളെ തൃപ്തിപ്പെട്ടുകൂടെ? തീർച്ചയായിട്ടും അത് സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്തതായി ഒരു ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഗുണം, ഭർത്താവിൻ്റെ ഭാര്യയുടെ നന്മയെ കാണുകയും അംഗീകരിക്കുകയും അറിയിക്കുകയും അത് ഉൾക്കൊള്ളുകയും മറ്റുള്ളത് മാപ്പ് കൊടുക്കാനുള്ള ഒരു വിശാലത ഈ ഗുണത്തെ സ്നേഹിച്ചുകൊണ്ട് നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ യോഗ്യതയായി പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. ഇനിയോ ആ രൂപത്തിൽ തന്നെ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുണ്ട്. നിർണായകമായി ചിലത് ഞാൻ പറഞ്ഞു. ഒറ്റ ഉദാഹരണം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഒരിക്കൽ ഒരു നീരസമുണ്ടായി പ്രവാചകരോട്. എത്ര ചെറിയ ഉദാഹരണമാണെന്നറിയോ നിങ്ങൾക്ക്? ആയിഷ ഒന്ന് പിണങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിണക്കവും ദേഷ്യവും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഈത്തപ്പഴം എടുത്തു വെച്ചു കൊടുത്തു ഒരു പ്ലേറ്റിൽ. അവളെ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ, ദേഷ്യം പിടിച്ചു വരികയാണ് ഭർത്താവിൻ്റെ നേരെ. അവൾ ആ ഈത്തപ്പഴത്തിൻ്റെ പ്ലേറ്റ് തട്ടി. നമ്മുടെ ഭർത്താവ് എങ്ങനെ പെരുമാറും അതവിടെ ഇരിക്കട്ടെ, ഞാൻ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ മണലിൽ പിരണ്ട് കിടക്കുന്ന ആ ഈത്തപ്പഴം ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് ആ മണൽ ഇങ്ങനെ തട്ടുകയാണ്. ആയിഷാ ബീവിൻ്റെ പ്ലേറ്റ് തട്ടി എല്ലാ ദേഷ്യം പോയില്ലേ? രണ്ടാളും ഒരേ സമയത്ത് മുറുകിയാൽ പറ്റില്ല. ഒരാൾ മുറുകുമ്പോൾ ഒരാളായണം. നമ്മുടെ നാട് നേരെ തിരിച്ചാ. ശൈത്താൻ നേരെ കണ്ടില്ല. അവൾ കണ്ടില്ലേ, അവൾ നീ കെട്ടിക്കൊണ്ടുവന്നല്ലേ, നീ ആണല്ലേ, നിനക്കൊരു അഭിമാനമല്ലേ, നീ അങ്ങനെ ആയ പറ്റുമോ? ഇവിടെയും അതേപോലെ തന്നെ മുറുകും. അവൾ ഒരു പ്ലേറ്റ് ഇട്ടാൽ മറ്റവൻ 2 കാലെടുത്ത് താഴെടും. മനസ്സിലായില്ലേ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കണ്ട് മക്കൾ വളരണം. പിന്നെ അങ്ങനെ കുടുംബത്തിൽ ഇണക്കമുണ്ടാകും. അപ്പൊ ആ സമയത്ത് അതാണ് ഫല്യഅഫൂ വല്യസ്ഫഹു. വേണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് കൈ കൊണ്ടിടന്നു. സൂറത്ത് തഗാബനിലെ 14-ാമത്തെ ആയത്ത്. മനസ്സിലായില്ലേ? 3 തവണ പറഞ്ഞു ഫല്യഅഫൂ വല്യസ്ഫഹു വല്യഗ്ഫിറു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാധിക്കും ഒരു ഭർത്താവിനോട് ദേഷ്യം പിടിച്ചിട്ട് പ്ലേറ്റ് തട്ടി എന്നിട്ട് ആ ഈത്തപ്പഴം ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി പെറുക്കിയെടുത്ത് ആയിഷാ ബീവിൻ്റെ എല്ലാ ദേഷ്യവും പോയില്ലേ, പിണക്കം പോയില്ലേ. ഇനി വല്ല പിണക്കം ഉണ്ടെങ്കിൽ ഇരട്ടി ശക്തിയോടുകൂടി അത് ഇണങ്ങിയില്ലേ. ഇടയ്ക്ക് ചില പിണക്കം വന്നാൽ അങ്ങനെ ഒരു ഗുണമുണ്ടാകും. എന്ത്? ഇണക്കത്തെ ദൃഢപ്പെടുത്താൻ സാധിക്കും. ആ നിലവാരത്തിൽ അതിനെ അനുഗ്രഹമാക്കി മാറ്റുകയാണ് നാം ചെയ്യേണ്ടത്. ഭർത്താവിൻ്റെ അടുത്ത വശം ഈ നിലക്ക് പഠിപ്പിക്കപ്പെട്ടു. ഭാര്യാപിതാവുമായി ഭർത്താവ് എങ്ങനെ വർത്തിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ വർത്തിക്കണം, ഒരു ഭർത്താവ് ആരായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കൊക്കെ ഭാര്യ എന്തായിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. മൗലവി ഈ ഭാര്യമാരെ കടമകളെ പറ്റി നിങ്ങൾ ഇനിയെങ്കിലും ഒരു കുത്തു പറയണം കേട്ടോ. എന്താ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എല്ലാവർക്കും ഭാര്യമാരുടെ കടമകളെ പറ്റി പറയിപ്പിക്കാഞ്ഞിട്ടും പറഞ്ഞു കേൾക്കാഞ്ഞിട്ടും അതിൻ്റെ കേസറ്റ് വീട്ടിൽ കൊണ്ടുപോയിടാഞ്ഞിട്ടും വലിയ തിരക്കാണ്. മനസ്സിലായില്ലേ? ഞാനിതായി ഭർത്താവ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ യോഗ്യതകൾ എന്താണെന്ന് ആദ്യം പറഞ്ഞു വെച്ചു. ഒരു കാര്യം കൂടി ആ വിഷയത്തിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പുതിയാപ്പിള വരുന്നു. റസൂലിൻ്റെ
ദീനി ക്ലാസ്സിൽ, ഇസ്തിഖാമ ക്ലാസ്സിൽ പഠിച്ചു വളർന്ന ഒരു വരൻ തന്നെയാണ് റസൂലിന്റെ